അനുമോളും ജിസയിലും തമ്മിലുള്ള ഫൈറ്റിന് ശേഷം ഇനി നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ കാണാനിരിക്കുന്ന മറ്റൊരു ഫൈറ്റ് ചിലപ്പോൾ ശൈത്യയും അനുമോളും തമ്മിലുള്ള ഫൈറ്റ് തന്നെ ആയിരിക്കും. സൈനിക ശൈത്യയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കേണ്ട. അപ്പോൾ അപ്പാനിക്കും അക്ബറിനും അവൾക്കൊക്കെ തന്നെ തോന്നും നീ അവളുടെ കൂടെ വാലായിട്ട് നടക്കുകയാണെന്ന്. കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തോന്നിയേക്കാം. നീ ഇനി എല്ലാവരുമായിട്ട് മിങ്കിളാകാൻ ശ്രമിക്കണം, ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുവിന്റെ വാലായി തന്നെ നടക്കുമെന്ന് തോന്നുന്നുണ്ട് എന്നാണ് നമ്മുടെ സാരിക പറയുന്നത്. ഇതിന് മറുപടി ആയിട്ട് ശൈത്യയും നൽകുന്നുണ്ട്. ഓ ശരി ചേച്ചി, ഇനി ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം എന്നാണ് നമ്മുടെ ശൈത്യ പറയുന്നത്. ഇതിനിടയിലാകട്ടെ നമ്മുടെ ബോസ് ഏട്ടൻ ഒരു പണി സാരികയ്ക്ക് പറഞ്ഞപ്പോൾ കൊടുക്കുന്നുണ്ട്. നൈസായിട്ട്, അതായത് സാരിക പറയുന്നുണ്ട്, ഞാൻ അവളുടെ കൂടെ പോയിരിക്കുമ്പോൾ ഇന്ന് വരെ അവരെ ആരെക്കുറിച്ചും കുറ്റം പറഞ്ഞിട്ടില്ല, നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരു പരിപാടിയും നമ്മൾ ആലോചിച്ചിട്ടില്ല എന്നൊക്കെ സാരിക പറയുന്നുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെ ബോസണ്ണൻ നമ്മുടെ അപ്പാനിയെയും ശരത്തിനെയും കാണിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് മുഴുവൻ കണ്ടസ്റ്റൻസിനെയും ജഡ്ജ് ചെയ്ത് ഓരോരുത്തരുടെയും കുറ്റവും കുറവും പറഞ്ഞു നിൽക്കുകയാണ് അവരെല്ലാവരും. സത്യം പറഞ്ഞാൽ എന്താണ് സരികയുടെ ഉദ്ദേശം എന്നൊന്നും നമുക്കറിയില്ല. അപ്പാനിയുടെയും അക്ബറിന്റെയും ഗ്രൂപ്പിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരു ഏജന്റ് ആയിട്ടാണ് നമ്മുടെ സരികയെ തോന്നുന്നത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.